ചേട്ടാ നമ്മൾ ഇന്നലെ BYD-സിയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ലേ? അന്നേരം ചേട്ടാ പറഞ്ഞത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്. അത് പറഞ്ഞു തന്നോണ്ട് ചേട്ടാ പറഞ്ഞു തന്നില്ലല്ലോ. പ്ലഗ് ഇൻ ഹൈബ്രിഡ് അല്ലേ? നമുക്ക് IC എഞ്ചിൻ എന്താണെന്ന് അറിയത്തില്ലേ? അതായത് നമ്മൾ പെട്രോളും ഡീസലിലൊക്കെ ഓടുന്ന നമ്മുടെ സാധാരണ കാറുകളില്ലേ, നാട്ടിലുള്ള സ്വിഫ്റ്റ് അങ്ങനത്തെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കിയാവിൻ്റെ ഒപ്റ്റിമ, ഇതൊക്കെയാണ് IC എഞ്ചിനുള്ള വണ്ടികൾ എന്ന് പറയുന്നത്, ഇൻറ്റേർണൽ കമ്പൽഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ കാർ അറിയത്തില്ലേ? ഇലക്ട്രിക്കൽ കാർ എന്ന് പറഞ്ഞാൽ ബാറ്ററി ഉള്ളത് നമ്മൾ ചാർജ് ചെയ്തിട്ട് ഓടുന്നത്. അതുപോലെ തന്നെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഇതും കൂടെ ഉണ്ട്. അതായത് ഹൈബ്രിഡിനകത്ത് എഞ്ചിനും ഉണ്ടാവും, അതുപോലെ ചെറിയൊരു ബാറ്ററി ഉണ്ടാവും. ചെറിയ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരു 1 kW അല്ലെങ്കിൽ 2 kW ഹൈബ്രിഡിൻ്റെ ബാറ്ററി. പ്യുവർ ഇലക്ട്രിക്കൽ ആണെങ്കിൽ അതിനൊരു 30 kW ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു പ്യുവർ ഇലക്ട്രിക് ആകുമ്പോൾ ഒരു 400-500 കിലോമീറ്ററൊക്കെ നമുക്ക് ഒരു ഒറ്റ ചാർജിൽ ഓടാൻ പറ്റും. പക്ഷേ ഈ ഹൈബ്രിഡിനകത്ത് നമുക്ക് ഒരു 1 or 2 kW മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് പ്യുവർ ഇലക്ട്രിക് ആയിട്ട് നമുക്ക് ഓടാൻ പറ്റില്ല. ഓക്കെ, അപ്പം എൻജിൻ എന്താ പറയുക, ഇപ്പോൾ നല്ല ഹൈ സ്പീഡിൽ പോകുമ്പോൾ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബാറ്ററി യൂസ് ചെയ്യും. അതുപോലെ തന്നെ എൻജിൻ നമ്മൾ ലോവർ സ്പീഡിൽ പോയി കഴിയുമ്പോൾ അവിടെയും എൻജിൻ നന്നായിട്ട് പ്രവർത്തിക്കുമല്ലോ. അപ്പോൾ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ബാറ്ററി യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മൈലേജിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതായത് ഒരു 15 km/ലിറ്ററിൽ കിട്ടുന്നത് എന്ത് സംഭവിക്കും, ഒരു 30 കിലോമീറ്ററോ അല്ലെങ്കിൽ 35 കിലോമീറ്ററോ കിട്ടും. അതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് EVയിൽ വേണമെങ്കിൽ EVയിൽ ഓടാൻ പറ്റും. അതേപോലെ പെട്രോൾ അടിച്ച് അതിൽ ഓടുന്ന എൻജിൻ യൂസ് ചെയ്തിട്ട് ഓടണമെങ്കിൽ അതും ഓടാൻ പറ്റും. അതാണ് എൻ്റെ പെട്രോളിലോടാം. അപ്പോൾ നമ്മൾ ഈ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം EV ചിലപ്പം EVൻ്റെ ഒരു 30 kW അല്ലെങ്കിൽ ഒരു 35 kW ഒക്കെ ആയിരിക്കും അതിൻ്റെ ഒരു കപ്പാസിറ്റി ഈ പ്ലഗ് ഇൻ ഇലക്ട്രിക്കലിനകത്ത്, പ്ലഗ് ഇൻ ഹൈബ്രിഡിനകത്ത്. അപ്പോൾ നമ്മളൊരു 150-200 കിലോമീറ്റർ നമുക്ക് അല്ലെങ്കിൽ ഒരു 300 കിലോമീറ്റർ നമുക്ക് പ്യുവർ ബാറ്ററിയിൽ നമുക്ക് ഓടാൻ പറ്റും, പ്യുവർ ഇലക്ട്രിക് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ ഫെസിലിറ്റി ഒന്നും ഇല്ലെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്തേക്ക്, ICനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട്, അതായത് പെട്രോളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് പെട്രോളിൽ ഓടാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ പെട്രോളിൽ ഓടുന്ന സമയത്ത് ഈ റീജൻ ഒക്കെ വഴി എന്ത് സംഭവിക്കും, നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോങ്ങിൽ പോകുമ്പോൾ നമുക്ക് ഈ റേഞ്ച് ആൻസൈറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. റേഞ്ച് ആൻസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ആകുമ്പോൾ, പ്യുവർ ഇലക്ട്രിക് ആകുമ്പോൾ നമ്മൾ ചാർജ് തീർന്നു ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അത് ഇതിൽ ഉണ്ടാവില്ല. നമുക്ക് ചാർജ് തീർന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് എന്താ പറയുക, ICയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് സൂപ്പറായിട്ട് ഓടിക്കാം. ലോങ്ങിൽ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. അതായത് റേഞ്ച് ആൻസൈറ്റി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഷോർട്ടാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ പ്യുവർ ഇലക്ട്രിക് യൂസ് ചെയ്യാം. നമുക്ക് എക്സ്റ്റേണൽ പ്ലഗ് ഇൻ ചെയ്യുകയും ചെയ്യാം, നമുക്ക് ചാർജ് ചെയ്യുകയും ചെയ്യും. ഡൗട്ട് അറിയാം. പിന്നെന്താ, അടിപൊളിയാണ് സംഭവം.